ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സിജി ആൻസൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടി തിക്ക് ഗ്രേവിയിലായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു ചട്ടിയുടെ പകുതിയോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, മുട്ടയൊന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. ഞാനിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. ആ 4 മുട്ട ഈ വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 മുട്ടയും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളക്കിയപ്പോഴത്തേക്കും മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും. അതായത് തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഈ മുട്ടയിട്ടൊന്ന് വേവിച്ചാൽ തന്നെ മുട്ട വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം. അതിന് ആദ്യം തന്നെ അടുപ്പത്തേക്ക് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരണം. ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ചട്ടിയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടപ്പോഴത്തേക്കും നമുക്കിനി ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് മുട്ട തിളച്ചോ നോക്കിയതാണ്. മുട്ടയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി തിളച്ചിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 4 സവാള അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്തത്. 4 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ചേർത്തത്. നീളത്തിലല്ല, കുഞ്ഞായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇനി വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഉള്ളിയുടെ കൂടെ തന്നെ ഇടുമ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഉള്ളി ചേർക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയൊക്കെ നല്ല കണക്ക് തിളച്ച് ഇതായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി ഒന്ന് വഴറ്റി എടുക്കണം. ഈ ഉള്ളിയുടെയൊക്കെ ഒരു പച്ച ഒരു ഇതെല്ലാം മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ ഉള്ളി എപ്പോഴും കുഞ്ഞായിട്ട് അരിയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയിലുള്ള മുട്ടക്കറി നമുക്ക് കിട്ടും. നീളത്തിൽ അരിഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും കുഞ്ഞായിട്ട് തന്നെ അരിയും. നീളത്തിൽ അരിഞ്ഞാലും നല്ല കണക്ക് വഴണ്ട് നല്ല ഇതായി വരണം. അപ്പോൾ കുഞ്ഞായിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ ഉള്ളി ഇങ്ങനെ വഴറ്റാതിരിക്കുമ്പോൾ ഉള്ളി അടികൊണ്ട് പിടിക്കാനും അതുപോലെ തന്നെ അടി കിടക്കുന്നതൊക്കെ ഒന്ന് വെന്തിട്ട് ഒരു മേളിൽ കിടക്കുന്നതൊക്കെ ഒന്ന് വേവാതൊക്കെ വരും. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 3-4-5 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കറി നല്ല തിക്ക് ഗ്രേവിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ എടുത്തുള്ളൂ. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ചേർത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഉള്ളൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടി പിടിക്കരുത്. പെട്ടെന്ന് തന്നെ ചട്ടിയാണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു തക്കാളിയാണ് എടുത്തത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഒന്ന് ഉടയാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല കണക്ക് തന്നെ വെന്ത് ഇതായിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കരുത്. ഇനി മസാലയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്തങ്ങ് അലിഞ്ഞ് ചേരുന്നത് പോലെ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ തക്കാളിയും ഞാനൊന്ന് കുത്തി ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ചൂട് തട്ടുമ്പോൾ തന്നെ തക്കാളി വാടാൻ തുടങ്ങുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞ് കിട്ടും. ഈ ഉടഞ്ഞ തക്കാളിയും എല്ലാം കൂടി ഉള്ളിയായിട്ട് നമ്മളൊന്ന് ഇളക്കി വഴറ്റിയെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആദ്യം അതിൻ്റെ പകുതി ഒഴിക്കുന്നുള്ളൂ. അത് ഞാൻ ഉള്ളിയായിട്ടൊന്ന് ഇളക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം വെള്ളത്തിലൊന്ന് ലൂസായി വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ആദ്യമൊന്ന് നമുക്ക് തീ കൂട്ടി വെച്ചൊന്ന് വെള്ളം തിളപ്പിക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നൊന്ന് നമ്മൾ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തിളച്ച് വരുന്ന ഇതിനകത്തേക്ക് ഞാൻ മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. തൊടെല്ലാം കളഞ്ഞ് ഞാനൊന്ന് വരഞ്ഞാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയെല്ലാം ഈ മുട്ടയുടെ ഉള്ളിലേക്ക് കയറി പിടിക്കും. മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ കറിയിട്ട് ഇളക്കി മറിക്കണ്ട. ജസ്റ്റ് ഒന്ന് കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മാത്രം മതി. കുറച്ച് ചാറൊക്കെ ഞാൻ മുട്ടയുടെ മുകളിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി മുട്ടയിലും ചാറൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും കറി നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ റെഡിയാവും. ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ അങ്ങ് അടി പിടിച്ചു പോകും. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് പറ്റി വരാനുണ്ട്. വെള്ളം പറ്റി വന്നെങ്കിൽ മാത്രമേ കറിക്ക് നല്ലതായ രുചി വരത്തുള്ളൂ. അപ്പോൾ വെള്ളം ഒന്ന് പറ്റി വരട്ടെ. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുവാണ്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. നല്ലപോലെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. നമ്മൾ ചാറായിട്ട് അങ്ങനെ വെക്കുന്നില്ല. അപ്പം നല്ല തിക്ക് ഗ്രേവിയിൽ കിട്ടാൻ വേണമെങ്കിൽ നല്ല കണക്ക് വെള്ളം പറ്റിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് അടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ പറ്റി നല്ല കുറുക്കിയ ചാറോട് കൂടി തന്നെയാണ് നമുക്ക് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് നമ്മളിന്നിവിടെ ട്രൈ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ ചൂടോടെ കഴിക്കുന്നതിലും നല്ലത് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറിയുടെ കളറൊക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ രുചിയൊക്കെ നല്ല കണക്കൊന്ന് നല്ല ടേസ്റ്റാണ്. കുറച്ച് സമയം എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി. വളരെ എളുപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറിയാണ് ഇവിടെ തയ്യാറാക്കിയത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.